പന്തളത്ത് പ്രവാസിയുടെ വീട്ടിൽ മോഷണം നടത്തിയ 2 പ്രതികൾ കൂടി പിടിയിൽ. തിരുനെൽവേലി സ്വദേശികളായ ഇസക്കി രാജ, സഹോദരൻ നമ്പി രാജ് എന്നിവരാണ് പിടിയിലായത്. നേരത്തെ 2 പ്രതികളെ പന്തളം പോലീസ് പിടികൂടിയിരുന്നു. ഇപ്പോഴും 3 പേർ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതിയായിരുന്നു പ്രവാസിയായ ബിജുനാഥിന്റെ വീട്ടിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 55 പവൻ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടു. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്തായിരുന്നു മോഷണം. രാവിലെ വീട്ടിലെത്തിയ ബിജുനാഥിന്റെ അമ്മയാണ് മോഷണം നടന്ന കാര്യം ആദ്യം അറിഞ്ഞത്. പിന്നാലെ പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് നേരത്തെ 2 പ്രതികളെ പിടികൂടിയിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ നിന്ന് സംഘത്തിൽ ഉൾപ്പെട്ട സഹോദരങ്ങളായ ഇസക്കി രാജ, നമ്പിരാജ എന്നിവരെ കൂടി പോലീസ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 4-ാം തീയതി ഗണേഷ്, രമേശ് എന്നിവരെ പിടികൂടിയിരുന്നു. ഇനി 3 പേരെ കൂടി പിടികൂടാനുണ്ട്. പ്രതികളെയും പന്തളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച 55 പവൻ സ്വർണത്തിൽ 23 പവൻ തിരുനെൽവേലിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രതികൾ പണയം വെച്ചിരുന്നു. ഇത് വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസ് തുടങ്ങി. പന്തളത്ത് മോഷണം നടത്തിയതിനു പിന്നാലെ കർണാടകയിലെ ഉടുപ്പിയിലും പ്രതികൾ കവർച്ച നടത്തിയിരുന്നു. അവിടുന്ന് 9 ലക്ഷം രൂപയും 70 പവൻ സ്വർണവും വില കൂടിയ വാച്ചുകളും മോഷ്ടിച്ചിരുന്നു. തിരികെ കൊല്ലം വഴി തിരുനെൽവേലിയിലെത്തി. വീണ്ടും അടുത്ത മോഷണത്തിന് കേരളത്തിലേക്ക് വരാനിരിക്കുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. വാഹനത്തിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചായിരുന്നു മോഷ്ടാക്കളുടെ സഞ്ചാരം. പ്രതികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.